ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റു. മാന്യ സദസ്സിന് എൻ്റെ പ്രണാമം. ശിശുദിനത്തെക്കുറിച്ച് ഏതാനും വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14 കുഞ്ഞുങ്ങളെ ഏറെ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്കായി ഒട്ടേറെ നല്ല കാര്യങ്ങൾ നടപ്പാക്കി. കുഞ്ഞുങ്ങൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പിറന്നാൾ ശിശുദിനമായി നാം ആഘോഷിക്കുന്നു. കുഞ്ഞുങ്ങളെ അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതോടൊപ്പം അവരെ സംരക്ഷിക്കേണ്ടതിന്റെയും വിദ്യാഭ്യാസം നൽകുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ഓരോ ശിശുദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അനീതികളും കൂടി വരുന്ന ഈ ലോകത്ത് ബാലവേലയും കുട്ടികൾക്കെതിരായ ആക്രമണങ്ങളും ഇല്ലാത്ത ഇന്ത്യയാണ് നെഹ്റു സ്വപ്നം കണ്ടിരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് നേടാനാകൂ എന്ന് അദ്ദേഹം തെളിയിച്ചു. മഹാനായ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമുക്കും പഠിച്ചു വളർന്ന് നല്ലൊരു ഇന്ത്യക്കായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. ഏവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. നന്ദി.